അസംബ്ലിയിൽ ഇപ്പോൾ തത്സമയ സംരക്ഷണത്തിലേക്ക് പോവുകയാണ്. ചോദ്യോത്തരവേള പുരോഗമിക്കുന്നു. പ്രദേശം തീരദേശ മേഖലയാണ്. രൂക്ഷമായ കടലാക്രമണമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലയിടങ്ങളിലും ഈ ജലവിഭവ വകുപ്പിൻ്റെ തടയണ നിർമ്മാണത്തിൻ്റെ ആവശ്യമുണ്ട്. അത് ശക്തമായി ഗവൺമെൻറ് തലത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ തലശ്ശേരി ഉൾപ്പെടെ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത പ്രദേശമായി മാറും. അതുകൊണ്ട് ഗവൺമെൻറ് എന്തെങ്കിലും തരത്തിൽ നടപടി സ്വീകരിച്ചോ എന്നുള്ള കാര്യം ഒന്നറിയണം. സാർ, അങ്ങയുടെ മണ്ഡലം അടക്കം കേരളത്തിൻ്റെ തീരദേശ മേഖലയിലാകെ കടൽക്ഷോഭത്തിൻ്റെ ഭീതിയുണ്ട്. ഏറ്റവും രൂക്ഷമായ പ്രദേശങ്ങളിൽ താൽക്കാലികമായി കല്ലുകൾ നിക്ഷേപിച്ചുകൊണ്ട് അതിൻ്റെ രൂക്ഷത തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട്. പക്ഷേ പുലിമുട്ട് നിർമ്മാണവും കടൽഭിത്തി നിർമ്മാണവും ഈ തീരദേശ മേഖല ആകമാനം വലിയ പ്രശ്നമുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് നടപ്പാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ചില പ്രദേശങ്ങൾക്ക് ഭരണാനുമതി നൽകിക്കഴിഞ്ഞു. മറ്റു പ്രദേശങ്ങളും ഗൗരവത്തിൽ തന്നെ ഗവൺമെൻറ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീ വി ടി ബൽറാം സൂചിപ്പിച്ച ഭൂഗർഭജലം ഏറ്റവും കൂടുതൽ ഡിപ്ലീറ്റ് ചെയ്യപ്പെടുന്ന സെമി ക്രിട്ടിക്കൽ പ്രദേശമാണ് എൻ്റെ നിയോജകമണ്ഡലത്തിലെ തൃത്താല ബ്ലോക്ക്. സർ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെഗുലേറ്ററിൻ്റെ പ്രപ്പോസൽ ഉണ്ട്. കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് പറയുന്ന പ്രപ്പോസൽ മുൻ ബജറ്റിൽ അതിനുവേണ്ടി 1 കോടി രൂപ നീക്കി വെക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ എസ്റ്റിമേറ്റ് തയ്യാറായി വകുപ്പിൻ്റെ പരിഗണനയിലുണ്ട്. അക്കാര്യത്തിൽ തുക അനുവദിച്ച് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിക്കുകയും വരും വർഷത്തിൽ അതിന് വേണ്ട മതിയായ തുക ബജറ്റിലൂടെയോ മറ്റ് നബാർഡിലൂടെയോ മറ്റോ അനുവദിച്ച് ആ കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള നടപടി വകുപ്പ് സ്വീകരിക്കുമോ? അതോടൊപ്പം ഒരു കാര്യം കൂടി സർ, ഈ പാലക്കാട് ജില്ലയിൽ കുളങ്ങളുടെ റീചാർജിങ് വളരെ പ്രധാനമാണ്. അതിനുവേണ്ടിയും 200 കുളങ്ങൾ ഏറ്റെടുത്ത് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള, നന്നാക്കുന്നതിന് വേണ്ടിയുള്ള, പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി തയ്യാറാക്കി വകുപ്പിന്റെ കയ്യിലുണ്ട്. ഇത് ഇക്കാര്യത്തിലും ഫണ്ട് അനുവദിക്കാൻ തയ്യാറാകുമോ? പരമാവധി പ്രയോജനപ്പെടുത്തുന്ന തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. സാർ, നിയമസഭയിൽ കഴിഞ്ഞ ദിവസം വെക്കാൻ വേണ്ടി ഞാൻ ഒപ്പിട്ട് നൽകിയ പെർഫോമൻസ് റിപ്പോർട്ടിൽ നീക്കിവെച്ച തുക വേണ്ടത്ര കഴിഞ്ഞ വർഷങ്ങളിൽ ചെലവാക്കപ്പെട്ടില്ല എന്ന ഒരു ദയനീയ ചിത്രം കാണുകയുണ്ടായി. ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടിയല്ല. പക്ഷേ ജലസംരക്ഷണത്തിന് വേണ്ടിയും ഭൂജല സംരക്ഷണത്തിന് വേണ്ടിയുമുള്ള പദ്ധതികൾക്ക് നീക്കിവെക്കുന്ന പണം പരിപൂർണമായി വിനിയോഗിക്കപ്പെടണം എന്ന കാര്യത്തിൽ ഗവൺമെൻറ് നിർബന്ധമുണ്ട്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് എന്ന് ഫയലിൽ നോക്കി മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. അനുഭാവപൂർവ്വമായി അക്കാര്യങ്ങൾ പരിശോധിക്കുന്നു. ശ്രീ മുരളി പെരുന്നല്ലി. ഈ മഴക്കാലത്ത് പെയ്യുന്ന വെള്ളം മുഴുവൻ ഇപ്പോൾ കടലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി എൻ്റെ മണ്ഡലത്തിൽ കോലുമാട് പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രാവർത്തികമാക്കാൻ, അതുവഴി ബീച്ച് സംരക്ഷിക്കാൻ കഴിയുന്ന, അത്രയും വെള്ളം സംരക്ഷിക്കാൻ കഴിയുന്ന വളരെ ബൃഹത്തായൊരു പദ്ധതിയാണ്. അത് അടിയന്തരമായി ഏറ്റെടുത്ത് നടപ്പാക്കാൻ ആവശ്യമായ നടപടിയെടുക്കും. കോലുമാട് വിഷയം പ്രത്യേകമായി പരിശോധിക്കാം സാർ, പ്രത്യേക വിഷയമായി പരിശോധിക്കാം. ടി അഹമ്മദ് കബീർ സൂചിപ്പിച്ചതുപോലെ കുടിവെള്ള പദ്ധതികളുടെ സ്രോതസ്സുകൾ സംരക്ഷിക്കാൻ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ അനുപേക്ഷണീയമായൊരു സംഗതിയാണ്. അതിന് റെഗുലേറ്റർ കം ബ്രിഡ്ജോ VCB കം ബ്രിഡ്ജോ അല്ലെങ്കിൽ വലിയ തടയണയോ ആവശ്യാനുസൃതം പണിയുന്നതിന് പരിഗണന നൽകുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സർ, കുടിവെള്ള സ്രോതസ്സുകളിൽ വെള്ളം എത്തിക്കാൻ വേണ്ടി വാട്ടർ അതോറിറ്റിയുടെ തന്നെ ചില പദ്ധതികളുണ്ട്. അവിടെയാണ് 62 കോടി രൂപയുടെ 15 തടയണകളെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചത്. എന്നാൽ അതൊന്നും മതിയാവുന്ന പദ്ധതികളല്ല. സർ, ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ദേശീയ ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതിയുടെ കേന്ദ്ര വിഹിതം കുറഞ്ഞു വരികയാണ്. സാർ, 2013-2014 173 കോടി രൂപ കേന്ദ്ര വിഹിതമായി കിട്ടിയെടുത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് കിട്ടിയത് 43 കോടി രൂപ മാത്രമാണ്. കേന്ദ്രമന്ത്രിയെ പോയി കണ്ട് ഞാൻ ഇക്കാര്യം സംസാരിച്ചിരുന്നു. ദേശീയ തലത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിന് വേണ്ടി നീക്കിവെച്ചിരുന്ന തുക കുറഞ്ഞുപോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം 16-ാം തീയതി തിരുവനന്തപുരത്ത് വരുമ്പോൾ വിശദമായി ചർച്ച നടത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ചുമതല മാറിപ്പോയി. ചൗധരി വീരേന്ദ്ര സിംഗിനെയാണ് കണ്ടത്. സാർ, ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയുടെ തുക വെട്ടിക്കുറയ്ക്കുന്നത് സംസ്ഥാനം വളരെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. എന്നാൽ അതേസമയം നമ്മുടെ പരിമിതമായ ലഭ്യത ഉപയോഗിച്ചുകൊണ്ട് കുടിവെള്ള ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ കുടിവെള്ള സ്രോതസ്സുകളിൽ ലഭ്യത ഉറപ്പാക്കാനുള്ള ആ പദ്ധതികൾക്ക് മുൻഗണന കൊടുക്കുന്നതാണ്. ശ്രീ കെ കുഞ്ഞിരാമൻ. സർ, ഇവിടെ ഇപ്പോൾ ഭാരതപ്പുഴ അടക്കമുള്ള പുഴകളിൽ തടയണ അധികമായി പോയി എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ ജലസേന പദ്ധതിയോ തടയണയോ ഒന്നുമില്ലാത്തൊരു ജില്ലയാണ് കാസർഗോഡ് എന്ന് താങ്കൾക്കറിയാമോ?
അങ്ങനെയാണെങ്കിൽ ഇത് അനുവദിച്ചു തരാൻ താങ്കൾ എന്തെങ്കിലും സന്മനസ് കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ്. സാറ്, കുടിവെള്ള കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 2014 ഉത്തരവുകൾ പ്രകാരം 8 തടയണകൾ നിർമ്മിക്കാനുള്ള ഭരണാനുമതി നൽകിയിട്ടുണ്ട്. അതിലൊന്നുപോലും ഉപേക്ഷിച്ചിട്ടില്ല. 8ഉം പുരോഗതിയിലാണ്. യെസ്. ചോദ്യം നമ്പർ 213 ശ്രീ പുരുഷൻ കടലുണ്ടി, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ സാംസ്കാരിക പാർലമെന്ററി കാര്യമന്ത്രി. ചെറിയ ഉണ്ട്. സർക്കാരിന് കീഴിലുള്ള വിവിധ അക്കാദമികളുടെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട്, നിയമസഭാ സമിതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്ന വാർഷിക റിപ്പോർട്ട്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ അക്കാദമികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഗ്രാൻഡായി അനുവദിക്കുന്ന തുക നിശ്ചയിച്ചിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്നുണ്ട്. ബി, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സി, മതേതര ചിന്തകൾ പ്രോത്സാഹിപ്പിക്കുക, വർഗീയതയിൽ അധിഷ്ഠിതമായ ഫാസിസ്റ്റ് ശക്തികളെ പ്രതിരോധിക്കുക, നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക, സാംസ്കാരിക ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാവിധ അരാജകത്വ പ്രവണതകളെയും ചേർക്കുക, പാരമ്പര്യ കലകളെ പരിപോഷിപ്പിക്കുക, സാംസ്കാരിക ഇടങ്ങളെ തിരിച്ചുപിടിക്കുക എന്നീ ലക്ഷ്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സാംസ്കാരിക നയമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി അക്കാദമികളെയും മറ്റിതര സാംസ്കാരിക സ്ഥാപനങ്ങളെയും സജ്ജമാക്കാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകും. ഡി, കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, ഫോക്ക്ലോർ അക്കാദമി എന്നിവയുടെ പുനഃസംഘടന സർക്കാരിൻ്റെ പരിഗണനയിലാണ്. യെസ്. ശ്രീ പുരുഷൻ കടലുണ്ടി. സർ, പൊതുവെ നവകേരളത്തിന് ചൈതന്യം പകരുന്നതാണ് സാംസ്കാരിക വകുപ്പിൻ്റെയും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ചിന്തയിലും അറിവിലും അത് പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ സാംസ്കാരിക കേരളത്തിന് സംഭാവന ചെയ്തത്. എല്ലാവരും അത് സ്വാഗതം ചെയ്യുന്നു സാർ. മതേതര ചിന്തയും അതുപോലെ തന്നെ നമ്മുടെ അഴിമതിയില്ലാത്ത ഭരണവും എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സാംസ്കാരിക കേന്ദ്രങ്ങളിലും അത് വേണം സാർ. ഇവിടെ എൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിന്, മുൻ സർക്കാരിൻ്റെ കാലത്ത് നിശ്ചയിച്ചിരുന്ന ഭരണസമിതികൾ അക്കാദമികളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തമായിരുന്നില്ലെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സാർ. അത് ശ്രദ്ധയിൽപ്പെടണം. കാരണം നമ്മുടെ ചോദ്യം പറയൂ. അതാണ്, അത് ശ്രദ്ധയിൽപ്പെടണം സാർ. അത് പഠനകാലത്ത് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നാടകം കളിച്ചിട്ടുണ്ട്, നാടകത്തിന് സമ്മാനം, യൂണിവേഴ്സിറ്റിയിൽ സമ്മാനം വാങ്ങിയിട്ടുണ്ട്, പ്രസംഗത്തിന് സമ്മാനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രാപ്തനായ ഒരു മന്ത്രിയാണ്, അതിന് തർക്കമില്ല. പക്ഷെ അതുകൊണ്ട് നാടകത്തിനും സമ്മാനം നേടിയെന്നത് കൊണ്ട് മാത്രം സാർ സാംസ്കാരിക രംഗത്ത് ഇടപെടുന്ന കാര്യത്തിലും അദ്ദേഹം വന്ന് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കറിയാം. കുട്ടിക്കാലത്ത് ഞങ്ങൾ പ്രായക്കാരാണെങ്കിലും കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം കോഴിക്കോട്ട് നിറഞ്ഞു നിന്നിരുന്നു സാർ. ഇപ്പം മന്ത്രിയായപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന ഒരു മറുപടി തന്നത് ശരിയായില്ല സാർ. അത് എഴുതി കൊടുത്താവും. ഏതായാലും സാംസ്കാരിക രംഗത്ത് ഇടപെടൽ, അതിന് ഇടപെടാൻ കഴിയണം സാർ. സാംസ്കാരിക പ്രവർത്തനവും എഴുത്തുകാരും സാംസ്കാരിക രംഗത്ത് ഇടപെടണം. അതുപോലെ തന്നെ ഈ രംഗത്ത് മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞു 14 ജില്ലകളിൽ സാർ, ഏത് ഗവൺമെന്റ് ചെയ്ത് 14 ജില്ലകളിൽ നവോത്ഥാന സാംസ്കാരിക കേന്ദ്രങ്ങൾ, സാംസ്കാരിക പഠനത്തിനായി സ്പേസ്, സാംസ്കാരിക സ്ഥാപനങ്ങൾ ബഡ്ജറ്റ് വീതം കൂട്ടിയത്, ചലച്ചിത്ര അക്കാദമിക്ക് പിന്നെ നമ്മുടെ സ്ഥിരം വേദി ചലച്ചിത്രമേളയ്ക്ക് അല്ല സർ. ഇതൊക്കെ ഉണ്ടെങ്കിലും സർ, ഈ സാഹിത്യ അക്കാദമികളും മറ്റ് സംഗീത നാടക അക്കാദമികളും ഫോക്ക്ലോർ അക്കാദമികളും അതേ സമയത്ത് തന്നെ പാരമ്പര്യ കലകളുടെ കലാകേന്ദ്രമായിട്ട് എല്ലാം വളരെ ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. അതിന്റെ ഫലം ജനങ്ങൾക്ക് കിട്ടണം സാർ. എന്റെ ചോദ്യം കേരള സാഹിത്യ അക്കാദമി മറ്റ് സാംസ്കാരിക പുനഃസംഘടന എത്രയും പെട്ടെന്ന് നടത്തുമോ? എല്ലാ ദിവസവും അങ്ങ് ചോദ്യം ഞാൻ അങ്ങോട്ട് പറയേണ്ട സ്ഥിതിയാണ് സാർ. അക്കാദമികളുടെ പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. ഇതിൽ സാർ സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, ഫോക്ക്ലോർ അക്കാദമി, ചലച്ചിത്ര അക്കാദമി, 9 അക്കാദമികളാണ് സാർ പ്രധാനമായി സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ളത്. സാർ, അതിൽ വളരെ പ്രാധാന്യം ഈ അക്കാദമികൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് സാർ. കേരള സാഹിത്യ അക്കാദമിക്കും സംഗീത നാടക അക്കാദമിക്കും ലളിതകലാ അക്കാദമിക്കും ഫോക്ക്ലോർ അക്കാദമിക്കും നിലവിൽ 18 കോടി രൂപ ഉണ്ടായിരുന്നത്
27 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു സർ. ചലച്ചിത്ര അക്കാദമി അതിന് ഏറ്റവും നല്ല പ്രാധാന്യമാണ് സർ കൊടുത്തത്. ഇതിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. ഒരു തിയേറ്റർ കോംപ്ലക്സിന് വേണ്ടി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി 50 കോടി രൂപയും നീക്കിവെച്ചു. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത ഇടപെടലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സാംസ്കാരിക രംഗത്ത് ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് സാർ സാംസ്കാരിക രംഗം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു കമ്മിറ്റിക്കായിരിക്കും ഗവൺമെൻറ് രൂപം കൊടുക്കുക. നിയമസഭയിൽ നിന്നുള്ള ചോദ്യോത്തരവേളയുടെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്. നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. തത്സമയം പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഫോക്ലോർ അക്കാദമി ഫോക്ലോറിനെ കുറിച്ച് പുസ്തകം ഇറക്കുന്നുണ്ട്, സാഹിത്യ അക്കാദമി അതേ പുസ്തകം തന്നെ ഇറക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി സമാന സ്വഭാവത്തിലുള്ളത്. അപ്പോൾ അതിനൊരു ഏകീകൃത സ്വഭാവ യഥാർത്ഥം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഏകീകൃത സ്വഭാവം ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, സാംസ്കാരിക സമിതികളുടെ കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സർ, യഥാർത്ഥത്തിൽ സർ സാംസ്കാരിക പ്രസിദ്ധീകരണ വകുപ്പായിട്ടാണ് ഈ വകുപ്പ് ആദ്യം രൂപം കൊണ്ടത് 1982. പിന്നീടാണ് സർ അതൊരു സാംസ്കാരിക ഡയറക്ടറേറ്റ് ആകുന്നത്. ഡയറക്ടറേറ്റ് ആയതിനു ശേഷം യഥാർത്ഥത്തിൽ ഈ പ്രസിദ്ധീകരണ പ്രവർത്തനങ്ങൾ സാഹിത്യ അക്കാദമിയും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ് നടത്തേണ്ടത്. ബഹുമാനപ്പെട്ട പ്രൊഫസർ ജയരാജ് പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഏതാണ്ട് എല്ലാ ഫോക്ലോർ അക്കാദമിയും ലളിതകലാ അക്കാദമിയും സംഗീത നാടക അക്കാദമിയും എല്ലാം പുസ്തകങ്ങൾ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു ചുമതല ഒരു ഏജൻസിക്ക് കൊടുക്കുന്നതായിരിക്കില്ലേ നല്ലത് എന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ആലോചിക്കുകയാണ് സാർ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള ഫോക്ലോർ അക്കാദമി വളരെ പ്രധാനപ്പെട്ടതാണ് സാർ. കണ്ണൂരാണ് അതിൻ്റെ ആസ്ഥാനം. നമ്മുടെ നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുക, അതിൻ്റെ എക്സിസ്റ്റൻസ് ഉറപ്പുവരുത്തുക, കേരളത്തിൽ ഫോക്ലോറിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ വിവിധ വിഭാഗങ്ങളും കണ്ടെത്തുക, നാടൻ കലകളെ ജനമനസ്സുകളിൽ എത്തിക്കുക എന്നിവയാണ് സാർ ഈ ഫോക്ലോർ അക്കാദമിയുടെ ലക്ഷ്യങ്ങൾ. ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു അക്കാദമിയാണ് സാർ അത്. 46 പുരസ്കാരമാണ് സാർ ഒരു വർഷം അവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫെലോഷിപ്പ്, അവാർഡ്, ഗുരുപൂജ പുരസ്കാരം, യുവ പുരസ്കാരം ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഞാനൊന്ന് വിലയിരുത്തിയതാണ്, നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നല്ല രൂപത്തിൽ പ്രോത്സാഹിപ്പിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രസിദ്ധീകരണ ചുമതല ഒരു ഏജൻസിയെ ഏൽപ്പിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചും പരിശോധിക്കുന്നതായിരിക്കും. ശ്രീ ഒ രാജഗോപാൽ. സർ, ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയുണ്ടായി സാംസ്കാരിക കാര്യങ്ങൾക്ക് താല്പര്യം കൊടുക്കുന്നു. വളരെ നല്ല കാര്യമാണ്. ഒരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, നവോത്ഥാന നായകന്മാരും സാഹിത്യകാരന്മാരെയും ആദരിക്കാൻ വേണ്ടിയുള്ള ചില പരിപാടികൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് നിലനിൽക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, മഹാകവി കുഞ്ചൻ നമ്പ്യാരെ ഒഴിവാക്കിയിരിക്കുന്നു പൂർണ്ണമായിട്ട്. അതിന് വല്ല കാരണമുണ്ടോ? ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഓട്ടംതുള്ളൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ജില്ലയിൽ തന്നെയുണ്ട്. അതിന് സാമ്പത്തികമായി പരാധീനം അനുഭവിക്കുന്നു. അതിന് പ്രത്യേകമായ എന്തെങ്കിലും സഹായങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? യെസ് സർ, കുഞ്ചൻ നമ്പ്യാർ സ്മാരകമുള്ള സ്ഥലങ്ങളിലെല്ലാം അതിനെ ശക്തമായി പരിപോഷിപ്പിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുക. സാംസ്കാരിക രംഗത്ത് കുഞ്ചൻ നമ്പ്യാർ ഫലിത രസികനും തുള്ളക്കളി പ്രസ്ഥാനത്തിൻ്റെ ജനയിതാവുമായ കുഞ്ചൻ